മറ്റേ നമ്മുടെ സബ്സ്ക്രൈബർ കഴിഞ്ഞ ബിരിയാണി ചലഞ്ചിന് ഫസ്റ്റ് അടിച്ച ആളാണ്. തിരക്കിയൊന്നുമില്ല, അതുകൊണ്ട് തിരിച്ചു വന്നിട്ടുണ്ട്. കഴിച്ചിട്ടില്ല. അപ്പൊ നമ്മൾ ഇന്ന് പുതിയൊരു ചലഞ്ചുമായിട്ടാണ് വന്നത്. പാനിപൂരി ചലഞ്ച്. നമ്മൾ ഇത് ചലഞ്ച് ചെയ്യാൻ പോണത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടാണ്. പേര് രഹന എന്നാണ്. നമുക്കറിയില്ല ആരാണ്. എന്തായാലും താങ്ക് യു ഫോർ റെക്കമെൻഡിങ് ദിസ് വീഡിയോ. അപ്പൊ നിങ്ങൾ പറഞ്ഞതുപോലെ നമ്മള് പാനിപൂരി ചലഞ്ചുമായിട്ടാണ് വന്നേക്കുന്നത്. അപ്പം നമുക്ക് കഴിഞ്ഞ ചലഞ്ച് വീഡിയോ കുട്ടി വന്നില്ലായിരുന്നു. കൊറേ പേര് തിരക്കില്ല ആരും തിരക്കിയൊന്നുമില്ല, അതുകൊണ്ട് തിരിച്ചു വന്നിട്ടുണ്ട്. ആരെങ്കിലും തിരക്കുമെന്ന് അറിയാൻ വേണ്ടി ഒന്ന് പൊങ്ങിയതാണ്. പക്ഷെ ആരും തിരക്കില്ല. അപ്പൊ നമ്മളെ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, നമുക്ക് പാനിപൂരി വരും. അപ്പൊ ഗായ്സ്, നമ്മുടെ പാനിപൂരി ഇവിടെ എല്ലാം റെഡിയായി. നമ്മൾ തന്നെ ചെയ്തതാണ്. നമ്മൾ ആദ്യമായിട്ടാ കഴിക്കാൻ പോകുന്നത്. എങ്ങനെയുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ആദ്യമായിട്ടൊന്നുമല്ല, ഞാൻ നേരത്തെ കഴിച്ചിട്ടുണ്ട്. ഉത്സവത്തിന് ഞാൻ കഴിച്ചിട്ടില്ല. നീ കഴിച്ചിട്ടുണ്ട്? ഞാൻ കഴിച്ചിട്ടില്ല. ഞാൻ കഴിക്കാത്തതെന്ന് വെച്ചാൽ ഇതിനകത്ത് കുറെ മല്ലിയില ഇടുന്നോണ്ട് എനിക്ക് മല്ലിയില ഫ്ലേവർ ഇഷ്ടമല്ല. അതുകൊണ്ട് ഞങ്ങള് മല്ലിയില ഇല്ല ഉണ്ടാക്കിയതാണ്. കൊള്ളാവോ ഇല്ലെന്ന് അറിയത്തില്ല. നാളെ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഹോം മെയ്ഡ് പാനിപൂരിയാണ് നമ്മൾ മേടിച്ചെന്നല്ല, നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ്. അതെ. പിന്നെ ഇതിന്റെ മിനിറ്റ് ഒന്നുമില്ല. ആര് ഫസ്റ്റ് കഴിച്ചു തരുന്നോ അവര്. കഴിഞ്ഞ ബിരിയാണി ചലഞ്ചിന് ഫസ്റ്റ് അടിച്ച ആളാണ്. ഇന്ന് അടിക്കോ ഇല്ലയോ നമുക്ക് നോക്കാം. അപ്പം നമ്മുടെ പാനിപൂരി ചലഞ്ച് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പൊ നമ്മുടെ വല്ലിക്കമ്പ് കിടക്കുന്നുണ്ട്. സീനുണ്ടോന്ന് അറിയാൻ വയ്യ. മറ്റേ നമ്മുടെ സബ്സ്ക്രൈബർ പറഞ്ഞത് കൊണ്ട് പുള്ളിക്കാരിക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത്. പുള്ളിക്കാരിക്ക് ഡെഡിക്കേറ്റ് കഴിക്കുന്നതാണ് ചലഞ്ച്. അപ്പൊ എല്ലാവർക്കും എത്ര എണ്ണം വെച്ചുണ്ടെന്ന്? 15 നമ്മള് കുറച്ച് വെച്ചിട്ടേ ചെയ്യുന്നുള്ളൂ. അപ്പൊ 15 വെച്ചിട്ടാണ് വീഡിയോ തുടങ്ങാൻ പോകുന്നത്. സ്റ്റാർട്ട് ചെയ്താലോ? റെഡി? ഒരുമിച്ച് പറയാം. റെഡി? 1, 2, 3 സ്റ്റാർട്ട്. കുഴപ്പമില്ല. അനുഗ്രഹം ഓരെണ്ണുണ്ട്. പള്ളിക്കമ്പ് ഇട്ടാ നന്നായി കാണാൻ. എന്ത് പണി പെട്ടെന്ന് നമ്മൾ എനിക്കറിയാൻ വയ്യ. ഇങ്ങനെ എല്ലാ സ്ഥലത്തും ചെയ്യുന്നുണ്ട്. ഇനി പയ്യെ തിന്നാ പനി തിന്നാ. ഞാൻ തന്നെ തിന്നത്തെ. ഓ, ഞാൻ തന്നെ ഒരു ബിരിയാണി ചാനൽ നടത്തായിരുന്നു. ബിരിയാണി കഴിക്കാൻ പോകും. എന്നാലും മന്തി ചാനൽ അല്ലേ? മന്തി ഇതും അതല്ല, എണ്ണ നോക്കിയതോ? കാത്ത പറഞ്ഞ് 20 എണ്ണം വെക്കണോ? നിങ്ങൾക്ക് 20 എണ്ണം ഒരാൾക്ക് 30 എണ്ണം വെക്കണം. ഞാനേ പറഞ്ഞ 15 എണ്ണം മതിയെന്ന്. ഇത് ഇയാളുടെയാണ്. ഇങ്ങോട്ട് ഉരുട്ടി വിടല്ലേ? ഞാൻ വിചാരിക്കും എനിക്ക് ഫസ്റ്റ് അടിക്കാൻ പറ്റുമെന്ന്. പക്ഷെ ഞാൻ വിചാരിച്ചു ഞാൻ ഫസ്റ്റ് അടിക്കുമെന്ന്. പക്ഷെ അപ്പൊ നിങ്ങൾ ആരെയും കഴിഞ്ഞ ശരീരം എന്നെ മലപ്പുറം വിളിക്കാതിരുന്നവര്. ഞങ്ങൾ മലപ്പുറം വിളിക്കാതിരുന്നില്ല. അയ്യോ, അങ്ങനെ കഴിഞ്ഞിട്ട് ഞാൻ എങ്ങും പോലെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു.
ഇവിടെ പോയി ഞായറാഴ്ച ആയിരുന്നു പോയി. ആ ഞായറാഴ്ച ഉടുപ്പെടുക്കാൻ പോകണം, മറ്റേത് എടുക്കാൻ പോകണം. ഹോസ്റ്റലിൽ മേടിക്കാൻ പോയി. ഞങ്ങളാരും അങ്ങനെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു. അതാ ഞങ്ങൾ നല്ല കസിൻസ് ആണ്. സടിയൊന്നും ഉണ്ടാകത്തില്ല. ലാസ്റ്റ് വൺ ഗൈസ് ഇത് തിന്നണോ വേണ്ടെന്ന് ആലോചിക്കുക. കഴിച്ചിട്ട് ഇനി തിന്നണോ വേണ്ടയോന്ന്. ഇനി ഇതൊന്നും ഞാൻ തിന്നാത്ത ഞാൻ അതൊക്കെ ഞാൻ തിന്നു. എന്റെ ഇതിലൊക്കെ മേടിച്ചു കണ്ടു തിന്നാത്തായിരുന്നു വന്നിരിക്കാൻ. മുളക് കണ്ണാക്കി കറി. നാളെ എല്ലാവരും ലീവ്. ഞാൻ പാനിപൂരി കഴിക്കുന്ന സിനിമ മറ്റേ ഷാറുഖ് ഖാന്റെ ഒരു സിനിമ ഉണ്ട്, അറബിലെ ബനാത്തി ജോഡി. അനുഷ്ക ശർമ്മയും പൊട്ടന്മാരല്ല. അനുഷ്ക ശർമ്മയും അപ്പൊ അനുഷ്ക ശർമ്മയും ഷാറുഖ് ഖാനും കൂടി ഇതിന്റെ മത്സരം വെക്കുമായിരുന്നു. എന്റെ അത് കണ്ട ഞാൻ ഇത് ആദ്യമായിട്ടാണ് ജന്മനാത്ത. ആ പിള്ളേർക്ക് അവസാനം ഓടിക്കുഴഞ്ഞ പിള്ളേർ കൊതി വരുമ്പോ അവർ അച്ഛൻ മേടിച്ചു കൊടുക്കും. അതല്ല അവസാനം പിള്ളേർക്ക് ഒരു ദിവസം ഉണ്ട് കഴിക്കുക, ഇത് മാത്രം കഴിക്കും, പിന്നെ കഴിക്കാൻ പറ്റത്തില്ല. അത് അന്ന് അപ്പോഴാണ് എന്ത് സാധനം. പിന്നെ ഇപ്പൊ ഉത്സവ പറമ്പിലാന്ന് പറഞ്ഞു എന്തോ സംഭവം കഴിഞ്ഞ പക്ഷെ ഒരു ദിവസം ഞാൻ ടേസ്റ്റ് ചെയ്യണോ കഴിഞ്ഞ ഫസ്റ്റ് അത് ഇന്ന് നോക്കണം. ചവച്ച് കഴിക്കണം. എനിക്ക് വയ്യിരുന്ന ഞാൻ ഇത് കഴിക്കണം. സമ്മതിക്കണം കേട്ടോ. നിർത്തി 13 കഴിച്ച ഞാൻ. 14 അടിക്കോ 15 അടിക്കോ എനിക്ക് പറ്റില്ല, ഞാൻ മതിയാക്കി. എല്ലാം മനസ്സ് പറഞ്ഞാൽ ഞാൻ ജയിക്കും. എന്നിട്ട് ജയിച്ചോ? ഇല്ല, അതിനുമ്പോ നീ അങ്ങ് പോയില്ലേ. മനസ്സ് വിചാരിക്കുന്നതിന് മുമ്പ് നീ കഴിച്ചു. മനസ്സ് വിചാരിക്കുന്നതിന് നീ കഴിച്ചില്ലേ. ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് മുന്നേ ഞാൻ പറഞ്ഞ ഇവിടെ ഇതിന്റെ കാല് പിടിച്ചായിട്ട് ഈ വീഡിയോ തോറ്റിയ ശരിയാ, തോറ്റാണ്. ആളെ ഞാൻ വേണേ തുപ്പിക്കടിയോ അടിച്ചു എനിക്ക് മതിയായി. ഐ ക്വിറ്റി. ഞാൻ ഇത് കഴിക്കും. സെക്കൻഡ് എങ്ങനെ കിട്ടണേ? ഞാൻ പറ്റുന്നില്ലടേ. അങ്ങോട്ട് വയ്യ, ഞാൻ മതിയായി. ഫസ്റ്റ് കമന്റ് കാത്തു നീ പഴയ കാത്തുമല്ല കമന്റ് ഇടുന്നത്. കത്ത് കഴിയടി. എന്താ രണ്ട് സെയിം തന്നെ, അവിടെ കഴി. സൈസ് നോക്കി കഴിക്കാനാണ്. തിന്നെ 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 കാത്തു യു ക്യാൻ കഴിയും. അതെ കഴിയും. പൂജ വെക്കാം. നോട്ട്ബുക്കില് പൂജ കാത്തുവാ കാത്തു ഞാൻ തോക്കത്തില്ലടാ. ചെയ്യില്ലല്ലേ പുട്ടുകളിലേക്ക് കഴിഞ്ഞ വട്ടം എന്റെ കൂട്ടുകാരി ചോദിച്ചു നീ അല്ലേ ബിരിയാണിയിൽ ഫസ്റ്റ് അടിക്കേണ്ടത്. അതെ, അതുകൊണ്ട് ഇതിനെങ്ങനെ എനിക്ക് സെക്കൻഡ് അടിക്കണം. എനിക്കത് സുപ്രിയക്കായിരിക്കും ചോദിച്ചു. സുപ്പയാണ് എന്റെ കൂട്ടുകാരി കോളേജിൽ പഠിക്കുന്നത്. അവർക്കറിയാം അത്രയും കൊതിയുണ്ട്. അവർക്കറിയാം അത്രയും കൊതിയുണ്ട് ഞങ്ങൾക്ക്. സത്യം പറ, അവിടെ പോയി മന്തി കണ്ടപ്പോ കൂട്ടുകാരെ അല്ല, മന്തി തിഞ്ചതിന് ഞാൻ ഫസ്റ്റ് എടുക്കും. കണ്ടറിയാം. ഇതിനെ മാറ്റിടും. ഗൈസ് ഞാൻ അറിയാതെ നീ എന്റെ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഫേക്ക് ആണ് കേട്ടോ. പക്ഷെ കഴിഞ്ഞ ഫേക്കല്ല. വിരിഞ്ഞ ഇറക്ക്. പിന്നെ അങ്ങനെ ഇറക്കുന്ന ചവയ്ക്കണ്ട. ഈ കൊച്ചെങ്ങനെ ഞാൻ നോക്കിയപ്പോഴേ ഊട്ട കണ്ടിട്ട് നോക്കി. ഞാൻ പറക്കി വെക്കുന്നതാണ് കണ്ടിരുന്നത്. ഞാൻ വീഡിയോ ഒന്നും നോക്കണം. ഞങ്ങൾ എനിക്കൊരു വായിലെല്ലാം നിറയ്ക്കും, എന്നിട്ട് ചവയ്ക്കത്തോളം തോന്നും. എന്നെ 5 കാശ് എടുത്താണ് തിരുന്നത്. എന്റെ തലകാശ് വരത്തില്ല. പിന്നെ നിങ്ങളൊക്കെ സംസാരിച്ചു. ഞങ്ങൾ സംസാരിച്ചില്ലല്ലോ തിന്നാം ബിരിയാണി എന്നോട് എന്ത് കൊന്നോണേ കൊതിയുണ്ട്. ഞങ്ങളെ പ്രേക്ഷകരത് കാണുന്ന ഇത് ബിരിയാണി ഇടിച്ചാൽ കണ്ട എന്റെ ഫ്രണ്ട്സ് ഒന്ന് എന്നോട് പറയാ നീ ചെയ്തത് ശരിയാണ്, തിന്നോടുന്ന സമയത്ത് തിന്നണം, ചുമ്മാ അപ്പത്തെ 2 നാളെ പറയുന്നത്. നിങ്ങളുടെ ചുമ്മാ
എന്തൊരു സംസാരമായിരുന്നു. ഓ ശരി. നിങ്ങൾ എങ്ങനെ- ഇത് കടുവറുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ സെറ്റ് ആയിരുന്നു. മസാല ദോശ പോലെ കഴിക്കാറുത്. ഞാൻ തോറ്റു ഗൈസ്. കൊതി രണ്ടെണ്ണം. ഫസ്റ്റ് ഞാൻ തന്നെ ഞാൻ തോറ്റു ഗൈസ്. ഇങ്ങനെ നമ്മൾ തോൽവിയിൽ നിന്നാണ് ജയം വരുന്നത്. കണ്ടുപിടിക്കണം ബലൂൺ ബലിപ്പിക്കാൻ തോറ്റുകൊണ്ട് ഇപ്പൊ 4-3 ചലഞ്ചായി അപ്പോഴും തോറ്റോണ്ടിരിക്കുക. അല്ല തോൽവിയിൽ നിന്നാണ് നമ്മളിങ്ങനെ ജയങ്ങൾ വരുന്നത്. നിനക്ക് കഴിവുണ്ടടാ. മറ്റേനൊക്കെ ഞാൻ ജയിക്കുമല്ലോ ഈ തിന്നുന്ന. ബലൂൺ ബലിപ്പിക്കലോ അല്ല കാർഡ് സെലക്ട് ചെയ്യാനോ പറഞ്ഞെങ്കിൽ ജയിച്ചാല്. ഹലോ ഗൈസ്, നമ്മൾ തിരിച്ചു വന്നിരിക്കുന്നു. അതെ, അപ്പോൾ ഫസ്റ്റ് നേടിയ നികിത് അവിടെ ഇരിപ്പുണ്ട് ഗൈസ്. ഇനി നമുക്കത് ക്ഷീണവാ, തിന്നേന്റെ ക്ഷീണം. എന്തുവാ കാണുക ഇത്രയൊക്കെ തിരിഞ്ഞിട്ട്. ഓ 5 എല്ലാ ചലഞ്ചിലും ഫസ്റ്റ് നേടുന്ന നികിത. അതെ, എല്ലാ ചലഞ്ചിലും തോക്കുന്നത് കമന്റ് ഇടരുത് കേട്ടോ. കമന്റ് ഇടലെന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ണു പഠിച്ചു കണ്ണ് വേണം കേട്ടോ. അടുത്ത മന്തി ഇനി അടുത്തതിന് ഞാൻ ജയിക്കാനാണ് എന്റെ അടുത്ത ആഗ്രഹം. പക്ഷെ ഞാൻ ഇതിന് ജയിക്കുന്നാ തോന്നി. പക്ഷെ സെക്കൻഡ് ചോറൊന്നും കഴിക്കാതെ വരണം. ഞാൻ ചോറൊന്നും കഴിച്ചിട്ടായിരുന്നു. 15 ഒരുമിച്ച് കഴിക്കുന്ന ഞങ്ങളൊക്കെ സമ്മതിക്കണം കേട്ടോ. നന്നായിട്ട് പറ. നമ്മള് ഈ 15 ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അപ്പം അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോ നമുക്കിനി സംസാരിച്ച് കുളമാക്കുന്നില്ല. എല്ലാവർക്കും വയറ്റിലെന്തോ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞങ്ങൾക്കുണ്ടെങ്കിൽ കുഴപ്പമില്ലെന്നാ തോന്നിയോ. അതാ നാളെ അറിയാം. അപ്പൊ കഴിച്ചല്ലേ ഉള്ളു എല്ലാരും. അപ്പൊ നമ്മുടെ പാനിപ്പൂരി ചലഞ്ച് പറഞ്ഞ കുട്ടിക്ക് നമ്മള് ബാക്കി ഫുഡ് കഴിക്കുന്ന അടുത്ത ചലഞ്ച് പറയും. അടുത്ത മന്തി അടുത്ത ചലഞ്ചുകൾ പറയൂ. നിങ്ങൾ പറയൂ. നിങ്ങൾ പറയുന്ന ചലഞ്ചാണ് നമ്മൾ ചെയ്യുന്നത്. അതെ അതെ, നിങ്ങൾ പറയുന്ന ചലഞ്ച് ഞങ്ങൾ ഇനി ചെയ്തിരിക്കും. പാനിപ്പൂരി ചൊട്ടായോ. അത്രയ്ക്ക്. അപ്പൊ നമ്മള് ഓരോരുത്തർ സജസ്റ്റ് ചെയ്യുന്ന പുതിയ പുതിയ ചലഞ്ചുകൾ നമ്മൾ ചെയ്യുന്നതാണ്. അതെ, തീറ്റി മാത്രമല്ല എല്ലാത്തെയും പറയാൻ കിട്ടും. ശരിയാ. ഫുഡ് ചലഞ്ച് അല്ലാത്ത വേറെ ചലഞ്ചുകളൊക്കെ വേണം. ഉച്ചരിഞ്ഞ് നമുക്ക് കുറച്ച് ഫണ്ടിങ് ഒക്കെ വേണം. അപ്പൊ നമ്മളതൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് അത് ചെയ്യുന്നത്. ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പം അടുത്തൊരു ചലഞ്ച് വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും നമ്മുടെ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. എന്തെങ്കിലും എന്തൊരു വഴിയും. ഇല്ല, എനിക്ക് ചലഞ്ച് ഫുഡ് ചലഞ്ച് അതെ, ഫുഡ് മാത്രമേ എനിക്ക് വാ തുറക്കുന്ന ഞാൻ തിന്നാൻ വേണ്ടി മാത്രമാണ്. പറയണെന്തെങ്കിലും പിള്ളേരൊക്കെ വെയിറ്റ് ചെയ്യാം. അതിന്റെ ഫാൻസ് അസോസിയേഷൻ ഇല്ല. നിക്കി ചേച്ചി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പറ, അങ്ങനെ പറയുന്നതൊക്കെ കാണാൻ. ആരും പറഞ്ഞില്ല. എന്നാലും ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. ഷർട്ട് നിങ്ങൾ മന്തി കഴിക്കുന്ന വീഡിയോ നല്ല ഒത്തിരി പൈസ മന്തി. എന്റെ സാലറി വരാൻ കാത്തിരിക്കും. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മളെ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അതെ, അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ. ബൈ.